വെൽക്കം ടു എം സിഗ്മ ഗോകുലം. KQ 2024 സ്കീമിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയ ഒരു സബ്ജക്റ്റാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. യൂണിവേഴ്സിറ്റി എക്സാം ഇല്ലാത്ത ഈ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് പോയിന്റ് ആണ് ലഭിക്കാനായി പോകുന്നത്. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാകട്ടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ വഴി. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ് ആണ് നിങ്ങളുടെ അറ്റൻഡൻസ്, അസൈൻമെന്റ്സ് ആൻഡ് ആക്ടിവിറ്റി ഇവാലുവേഷൻ. ഈ ആക്ടിവിറ്റി ഇവാലുവേഷനിൽ 4 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായി ഉള്ളത്. ഏതൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും വ്യക്തമായ ഗൈഡൻസോടുകൂടെ മാത്രം ചെയ്യാനായി ശ്രമിക്കുക. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാനായി പോകുന്നത് ഈ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും വ്യക്തവും കൃത്യവുമായ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇന്നിത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായി നമ്മളോടൊപ്പം ചേരുന്നത് ബോഡി ബിൽഡിംഗ് ചാമ്പ്യനും സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറുമായിട്ടുള്ള ശരത് സാറാണ്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ശരത് സാർ. ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് നിങ്ങളുടെ സിലബസ് പ്രകാരം ഉള്ള 4 ഫിറ്റ്നസ് ടെസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫിറ്റ്നസ് ടെസ്റ്റുകൾ എടുക്കുന്നതിന് മുന്നേടിയായി നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേടിയായി ഒരു വാം സെഷനും ആക്ടിവിറ്റിക്ക് ശേഷം ഒരു കൂൾ ഡൗൺ സെക്ഷനും ചെയ്യുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഇഞ്ചുറിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും. ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വിസിറ്റ് റീച്ചിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണെന്നാണ്. വിസിറ്റ് റീച്ച് എന്തിനാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വിസിറ്റ് റീച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിൻ്റെയും ലോവർ ബാക്ക് മസിൽസിൻ്റെയും ഫ്ലെക്സിബിലിറ്റിയെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വിസിറ്റ് റീച്ച് എടുക്കുന്നത്. ഇവിടെ വിസിറ്റ് റീച്ച് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ആമുഖം തരാം. ഇവിടെ നിങ്ങൾക്ക് 2 ടേപ്പുകൾ കാണാം. ആദ്യത്തേത് ബേസ് ലൈനും രണ്ടാമത്തേത് നമ്മളിവിടെ മെഷർമെൻറ്റ് ടേപ്പുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് ടേപ്പ് ബേസ് ലൈനിനെ ക്രോസ് ചെയ്ത് 60 സെൻറ്റിമീറ്റർ മുന്നോട്ടും 60 സെൻറ്റിമീറ്റർ പിന്നോട്ടുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ബേസ് ലൈനിൻ്റെ 2 വശത്തായി നിങ്ങളുടെ ഹീൽസ് പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായി കാണാവുന്നതാണ്, ഈ വീഡിയോയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഇരിക്കുക. ദെൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ നീസ് കൃത്യമായി തന്നെ ഫ്ലോറിൽ പ്ലേസ് ചെയ്യുക. 2 കൈകൾ തലയ്ക്ക് മുകളിലായി പൊക്കി എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് ആയാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് ആയുക. ഇതുപോലെ നിങ്ങൾക്ക് 3 പ്രാവശ്യം ട്രൈ ചെയ്യാവുന്നതാണ്.
ഇതിൽ 4ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഷംന 49 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ മാർക്കായി കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഷംന മാക്സിമം റീച്ചായിട്ട് കിട്ടിയിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബേസ് ലൈനിൻ്റെ പോയിൻ്റായ 60 മൈനസ് 50 ആണ് ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഷംനയ്ക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 60 മൈനസ് 50 ആണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ എത്ര സ്കോറുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന അസസ്മെൻറ്റ് ടെസ്റ്റാണ് പാർഷ്യൽ കേളം. ഇത് നിങ്ങളുടെ അബ്ഡമിനൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന പോലെ 2 ടാപ്പ് എടുത്ത് മാർക്ക് ചെയ്യുക. ഇത് ഒന്നെന്ന് പറയുന്നത് ബേസ് ലൈനും രണ്ടാമത്തേത് നമ്മുടെ എയിം ചെയ്യുന്ന ലൈനുമാണ്. ബേസ് ലൈനിൽ നിന്ന് ടാർഗറ്റഡ് ലൈനിലേക്ക് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. പാർഷ്യൽ കേളം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാർഷ്യൽ കേളപ്പ് ചെയ്യുന്നതിന് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ നിലത്ത് കിടക്കുക. ബേസ് ലൈൻ ടച്ച് ചെയ്ത് നിങ്ങളുടെ ആംസ് രണ്ടും ഹോൾഡ് ചെയ്യുക. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈനിനോട് ചേർത്ത് നിങ്ങളുടെ ലെഗ്സ് രണ്ടും മടക്കി വയ്ക്കുക. മടക്കി വയ്ക്കുമ്പോൾ നീ വരേണ്ടത് 90 ഡിഗ്രി ആയിരിക്കണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ബേസ് ലൈനിൽ നിന്ന് നമ്മുടെ ഫീറ്റ് ലൈനിലേക്ക് ടച്ച് ചെയ്യാനാണ് നിങ്ങളിവിടെ ശ്രമിക്കേണ്ടത്. ട്രൈ. തിരിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഷോൾഡർ ഫ്ലോറിൽ ടച്ച് ആവുന്ന രീതിയിൽ ചെല്ലുക. അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്യുക. ഇങ്ങനെ 30 സെക്കൻഡിൽ നിങ്ങൾ എത്രത്തോളം റെപ്പറ്റീഷൻ ചെയ്യുന്നോ അത് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെ ബെഞ്ച് മാർക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളെ 30 സെക്കൻഡിൽ എത്രത്തോളം റെപ്പറ്റീഷൻ ചെയ്യുന്നു എന്ന ബേസിലായിരിക്കും. അത് മെയിൽസിനും ഫീമെയിൽസിനും ഡിഫറൻറ്റ് സ്കോർ ആയിരിക്കും ലഭിക്കുന്നത്. അത് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ടെസ്റ്റാണ് പുഷപ്പ്. പുഷപ്പ് ടെസ്റ്റ് എന്തിനെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷപ്പ് ടെസ്റ്റ് നടത്തുന്നത്. പുഷപ്പ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ഷോൾഡർ ബെത്തിന് പാരലായിട്ട് നിങ്ങളുടെ ആംസ് രണ്ടും ഫ്ലോറിൽ പ്ലേസ് ചെയ്യുക. ഷോൾഡർ ബെത്ത് തന്നെ നിങ്ങളുടെ ലെഗും പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഫുൾ പ്ലാങ്ക് പൊസിഷനിൽ നിന്നതിന് ശേഷം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇൻ, മുകളിലോട്ട് വരും ബ്രീത്ത് ഔട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എൽബോ ഒരുപാട് വൈഡായി പോകുന്നത് നിങ്ങൾക്ക് ഇഞ്ചുറിക്ക് ചാൻസ് ഉണ്ടാകും. നിങ്ങളുടെ ബോഡിയോട് ചേർന്ന് വരുന്ന രീതിയിൽ ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ നിങ്ങളുടെ ബെഞ്ച് മാർക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം പുഷപ്പ് ചെയ്യുന്നു എന്നതിൽ ബേസ് ചെയ്തിരിക്കും. സോ നിങ്ങൾ ഫെയിലിയർ ആവുന്നവരെ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്കോറായിട്ട് വരുന്നത്. പുഷപ്പ് ടെസ്റ്റിൻ്റെ സ്കോർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഫീമെയിൽസ് എങ്ങനെയാണ് പുഷപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ്. ആദ്യം നിങ്ങൾ കൈകൾ രണ്ടും ഷോൾഡർ വിഡ്ത്തായിട്ട് പ്ലേസ് ചെയ്യുക. ഇതിൽ ഫീമെയിൽ വെർഷനിൽ വന്നിട്ട് കാൽമുട്ടുകൾ തറയിൽ കുത്തിയിട്ട് ബോഡി ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് പ്ലേസ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ ഇൻഹേൽ ചെയ്യുക, മുകളിലോട്ട് വരുമ്പോൾ എക്സേൽ ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ ഇൻഹേൽ ചെയ്യുക, മുകളിലോട്ട് വരുമ്പോൾ എക്സേൽ ചെയ്യുക. അടുത്ത ടെസ്റ്റ് നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനായി തരുന്ന ആക്ടിവിറ്റി 2 കിലോമീറ്റർ വാക്കിംഗ് അല്ലെങ്കിൽ റണ്ണിങ് ആണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ 2 കിലോമീറ്റർ കവർ ചെയ്യുന്ന എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ബെഞ്ച് മാർക്ക് സ്കോറായി വരുന്നത്. സ്കോർ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലും നിങ്ങളൊരു കൂൾ ഡൗൺ സെഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക.
സോ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ ഫിറ്റ്നസ് ടെസ്റ്റുകളെല്ലാം തന്നെ FIT ഇന്ത്യ ഫിറ്റ്നസ് പ്രോട്ടോകോൾ പ്രകാരം ഉള്ളതാണ്. മാത്രമല്ല, നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായി പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെഞ്ച് മാർക്ക് സ്കോറിന് അനുസരിച്ചായിരിക്കും. നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം 20 മാർക്ക് വരെ ലഭിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 4 ഫിറ്റ്നസ് ടെസ്റ്റുകളിലുമായി നിങ്ങൾക്ക് 8 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ എക്സാം പാസ്സാകുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്.